ചില ഫോട്ടോസ് എടുക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്ന ആയിക്കോട്ടെ, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് വീഡിയോസ് നമ്മുടെ തന്നെ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇട്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണാം. വീഡിയോസോ? ആ എന്താ ഞെട്ടുന്നേ? അയ്യോ എന്റെ വീഡിയോ ഔട്ടായോ? വീഡിയോസ് കാണാവേ, എന്നിട്ട് അതിലേക്ക് നയിച്ച ഒരു BTS മൊമെന്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം. എന്തൊരു ടെൻഷൻ നോപ്പിച്ചേട്ടാ. എനിക്ക് അതാണ് ഇത്. അല്ല ആക്ച്വലി നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എന്തറിയോ, പഴയത് കുറെ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. ഫസ്റ്റ് വീഡിയോ ആരുടെ വരുന്നത് നോക്കട്ടെ. വേറെ എന്തിനോ വേണ്ടി ഇരിക്കുന്നവല്ലോ. വേണ്ടായിരുന്നു. ഗംഭീരം. അഖിലേ, ആരുടെ ആശയമായിരുന്നു ആ ഒരു വീഡിയോ? അത് ഞങ്ങളുടെ ഒരു എന്റെ നോബിച്ചേന്റെ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്, ഞങ്ങളുടെ വെബ് സീരീസിന്റെ ഡയറക്ടറും പഴയ എന്റെ പണ്ട് മുതലുള്ള കൂട്ടാണ് അനൂപേട്ടൻ. അപ്പൊ അനൂപേട്ടന് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ സർവീസും പരിപാടിയൊക്കെ ഉള്ള. 6 മാസം അവിടെ ജോലിക്ക് പോയി. കറക്റ്റാ, ഞാൻ അവിടെ ജോലിക്ക് നിൽക്കണമെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട് എന്റെ ഫ്രണ്ടിന്റെ. അങ്ങനെ ഒരു ദിവസം ഈ പ്രഷർ പമ്പ് വെച്ച് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം അനൂപേട്ട എടുത്ത വീഡിയോ ആണ്. തോക്കുമായിട്ടുള്ള ബന്ധം ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് തോക്ക് 10 തോക്ക് അല്ല. നമുക്കെങ്കിലും അടുത്ത വീഡിയോ നോക്കാം, ആരുടെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ വരട്ടെ. ബന്ധമല്ല, നോബിയണ്ണൻ ഗംഭീരമായിട്ട് ഡ്രംസ് വായിക്കും. സുഹൃത്തെ, ഇത് പ്രൊഫഷണൽ ഗാനമേളയിലാണ് ഞാൻ ഇത് വായിക്കുന്നത്. കണ്ടാ? ശരിയാണ് കേട്ടോ. എടാ വെറുതെ ഓടിയോ? അല്ല അല്ല അല്ല, ശരിയാ, CD-യിൽ കൊണ്ടുവന്നതിന്റെ താളമുണ്ട്. ഇല്ലട്ടോ. ശ്രീവിദ്യയാണോ പറഞ്ഞത് CD-യിൽ കൊട്ടുന്ന താളം ഉണ്ടെന്ന്? അതിന് എന്താ ഏട്ടാ പറയാ, മറ്റേ CD പോലത്തെ അയ്യോ, സിമ്പലോ? CD തന്നെ. സിമ്പിളിനാണ് അവള് ഞാൻ പറഞ്ഞത്. വിചാരിച്ചത് പോലത്തെ സാധനം. ഈശ്വര, ഇവിടെ അടപ്പ് പാത്രം എന്ന് പറയാത്ത ഭാഗ്യം. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഞാനും വിചാരിച്ചു ഒരു ബന്ധമില്ലാന്ന് വിചാരിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നോബിച്ചേട്ടൻ ഇതുവരെ ഒരു ഇൻസ്ട്രുമെന്റ്സിലും ഇങ്ങനെ പ്ലേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രഞ്ജിനി ജോസ് പാടിയപ്പോ ഞാൻ ഡ്രംസ് വായിക്കുന്ന ഗുജറാത്തിൽ, അത് ഭയങ്കര വൈറലായല്ലേ. അത് മാത്രമല്ല ഹാർമോണിയം വായിക്കും ഗംഭീരമായിട്ട്. ഡ്രമ്മറാണ് ആ ഡോലി വായിച്ചത്. അപ്പാണ് ഞാൻ കയറി ഡ്രം വായിച്ചത്. അഖിലേ, നമുക്ക് അടുത്ത തവണ എന്തായാലും കേട്ടോ. അതെ.